നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും എജെ സിംപ്ലി ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്രോക്സിന്റെ 2 ഫുഡ് വെയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു റിവ്യൂവും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതെ, ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഫസ്റ്റത്തെ ക്രോക്സ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് തന്നെ ഇത് എന്താ പറയുക, ഒരു ക്രോക്സ് എന്നൊക്കെ എഴുതിയിട്ടുള്ളൊരു കവറിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് നമുക്ക് ചെരുപ്പ് അറ്റാച്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഹാങ്ങർ പോലത്തെ സംഭവം കൂടെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ക്രോക്സിൻ്റെ ടാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ചെരുപ്പാണ്, ഭയങ്കര കംഫർട്ടാണ് ഇട്ട് നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ വെള്ളമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈ ആവുന്നുണ്ട്, അത് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചു. പിന്നെ ഈ ഒരു ചെരുപ്പ് നമ്മൾ എങ്ങനെ എറിഞ്ഞിട്ടുണ്ടെങ്കിലും അത് കമന്ന് കിടക്കില്ല, നേരെ തന്നെ നിൽക്കുന്നുണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. ക്രോക്സിൻ്റെ ചെരുപ്പ് എറിഞ്ഞ് നോക്കൂ, ഒറിജിനൽ ആണെന്നുണ്ടെങ്കിൽ അത് നേരെ തന്നെ കമന്ന് കിടക്കാതെ നേരെ തന്നെ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ നോക്കി. അപ്പോൾ ഇതിൽ സൈസ് എനിക്ക് വലുതാണ്, എൻ്റെ കാലിനെക്കാട്ടും വലുതാണ്. അതായത് എനിക്ക് W6 ആണ് എൻ്റെ സൈസ് എന്ന് പറയുന്നത്. അതിൽ M എന്ന് എഴുതിയിട്ടുള്ള മെന്നിൻ്റെ സൈസും W എന്ന് എഴുതിയിട്ടുള്ളത് വുമണിൻ്റെ സൈസുമാണ് കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ആക്ച്വൽ സൈസിനേക്കാളും ഒരു സൈസ് കുറവായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇതിൽ ഒരു ജിബിറ്റ്സ് മിസ്സിംഗ് ആണ്. ക്രോക്സ് എഴുതിയിട്ടുള്ള ഒരു ജിബിറ്റ്സ് എൻ്റെ കൂടെ വേണ്ടിയതാണ്. അപ്പോൾ അത് മിസ്സിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ഞാനിത് റിട്ടേൺ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ക്രോക്സ് എന്ന് പറയുന്നത്. പിന്നെ വേറെ ഒരെണ്ണം കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ തന്നെ ആഡ് ചെയ്യാം. അതും ജിബിറ്റ്സും രണ്ടും കൂടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇതാണ് ഫസ്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതൊരു കാഷ്വൽ വെയർ ആണ്. നമുക്ക് ഫോമലായിട്ട് അങ്ങനെ ക്രോക്സിൻ്റെ അധികവും കാഷ്വലായിട്ട് ഇടാൻ വേണ്ടി പറ്റുന്ന ടൈപ്പ് ആണല്ലോ ഉണ്ടാവുക. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു സ്ലൈഡറാണ് വാങ്ങിയിട്ടുള്ളത് ഇങ്ങനത്തെ. അപ്പോൾ അത് യൂണിസെക്സ് ആണ്, നമുക്ക് മെന്നിന് യൂസ് ചെയ്യാം, വുമണിന് യൂസ് ചെയ്യാം. അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. പക്ഷേ ഇത് എനിക്ക് സൈസ് കുറച്ച് വലുതായിപ്പോയി. എൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് ഇവിടെ ഇത് മെന്നിൻ്റെ സൈസ് 6, W എന്ന് എഴുതിയിരിക്കുന്നത് വുമണിൻ്റെ, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ W എന്നുള്ള സാധനത്ത് എനിക്കിവിടെ 8 ആണ് വന്നിട്ടുള്ളത്. പക്ഷേ എനിക്ക് 7 മതിയായിരുന്നു. അപ്പോൾ അത് കുറച്ച് വലുതാണ്. പിന്നെ അതുമല്ല, അതിലൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇത് ഒറിജിനൽ പ്രൊഡക്റ്റ് തന്നെയാണ്. ഇവിടെ ക്രോക്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇവിടെ ഒരു ക്രോക്സ് എഴുതിയിട്ടുള്ളൊരു സംഭവം കൂടെ ഉണ്ടാവേണ്ടതാണ്. അത് മിസ്സിംഗ് ആണ്. ജിബിറ്റ്സ് എന്നാണ് അതിന് പറയുക. പിന്നെ നമുക്ക് ഈ ഒരു ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്, ഈ ഒരു ക്രോക്സ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് അവരുടെ സൈറ്റിൽ തന്നെ, ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കുറേ ജിബിറ്റ്സ് ഇവിടെയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, കുറേ എന്താ പറയുക, ജിബിറ്റ്സ് എന്ന് മീൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കാർട്ടൂൺ പോലെ കിട്ടില്ലേ, അത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. വന്നിട്ടുണ്ട്, ഈ ഒരു വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. എനിക്ക് എന്തെല്ലാം സാധനങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത് എന്നുള്ളത്. അതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കാനുള്ളതാണ്. അതിൽ ഓരോ ഇമോജി പോലെ അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ എന്തായാലും ആഡ് ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നതും കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് സൈസ് കുറച്ച് വലുതായതുകൊണ്ട് ഞാൻ എന്തായാലും ഇത് റിട്ടേൺ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. പ്യുവർ വൈറ്റ് അല്ല, ഒരു എന്താ പറയുക, ഓയിസ്റ്റർ കളർ അങ്ങനെയാണ് അതിലുണ്ടായിരുന്നത്. അതൊരു ക്രീമും അല്ല എന്നാലും വൈറ്റും അല്ലാത്തൊരു, അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു കളറായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കളറ് നല്ല ഒരു സ്റ്റാൻഡേർഡ് കളറാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വാങ്ങിച്ചത്. പിന്നെ ഇതിൻ്റെ പല കളേഴ്സും അവൈലബിൾ ആണ്. ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള, എന്താ പറയുക, ഗ്രീന്, പിന്നെ ഭയങ്കര ഡാർക്ക് റോസ്, അതൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് അത്ര കളറിനോട് അത്ര അങ്ങോട്ട് ഇതാവാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു കളറാണ് ചൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് അടുത്ത ക്രോക്സ് കാണാം. അപ്പോൾ നമ്മൾ ഇനി കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് രണ്ടാമത്തെ ക്രോക്സ് ആണ്. രണ്ടും വേറെ വേറെ ദിവസമായിട്ടാണ് ഡെലിവേർഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് ഫസ്റ്റത്തെ വീഡിയോ ഞാൻ കുറച്ച് മുമ്പ് എടുത്തു വെച്ചതാണ്. രണ്ടാമത്തെ ക്രോക്സ് കിട്ടി കഴിഞ്ഞിട്ട് അത് വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ക്രോക്സ് നമുക്ക് ഡെലിവേർഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഓൾറെഡി ഞാനിത് അൺബോക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാണ് കേട്ടോ. അപ്പം ഈ ഒരു കവറിലാണ്, ആമസോണിൻ്റെ കവറിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടായിരുന്നതെന്ന് കാണിച്ചു തരാം. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ ക്രോക്സ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഒരു കവറിൽ ക്രോക്സ് എന്ന് എഴുതിയിട്ടുള്ളൊരു കവറിലാണ് വന്നിട്ടുള്ളത്. ചപ്പലിങ്ങനെ ഇതിൻ്റെ അകത്ത് കുടുങ്ങിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ഫസ്റ്റത്തേൽ കാണിച്ചിട്ടുണ്ട് തോന്നുന്നു. ആദ്യത്തെ ചെരുപ്പ് കിട്ടിയിട്ടില്ലേ, അതേപോലെ തന്നെയായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൽ ബില്ലുണ്ട്, പിന്നെ ക്രോക്സിൻ്റെ ഒരു ഇതുണ്ട്, ഒരു ടാഗ് പോലത്തെ. ഇതിൽ പ്രൈസ് ടാഗൊക്കെ ഉണ്ട് കേട്ടോ, ക്രോക്സ് എന്ന് എഴുതിയിട്ട്. അപ്പം ഇങ്ങനെയാണ് ഒട്ടുമിക്ക എല്ലാ ക്രോക്സും വരാറുള്ളത്. ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ ക്രോക്സ്. ഇതിൽ ക്രോക്സ് എന്നൊരു സൈഡിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇതിൽ കാണുന്ന ഈ ജിബിറ്റ്സ് ഒക്കെ ഞാൻ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അത് ഞാൻ സെപ്പറേറ്റ് ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റത്തെ ക്രോക്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1400 രൂപയാണ്. ഈ ഒരു ക്രോക്സിൻ്റെ റേറ്റ് വരുന്നത് 2100 രൂപയാണ്. ഇതിൻ്റെ കൂടെ ജിബിറ്റ്സും കൂടെ ഓർഡർ ചെയ്ത സമയത്ത് എല്ലാം കൂടെ എനിക്ക് 3000 രൂപേൻ്റെ അടുത്തായിട്ടോ.
അപ്പോൾ ഈ ഒരു ചെരുപ്പിൻ്റെ ഇതെനിക്ക് കറക്റ്റ് ഫിറ്റാണ്. W6 ആണ് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. നല്ല കംഫർട്ടാണ്, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് കുറേ കാലം നമുക്കിത് ലോങ് ലാസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് ഈ ഒരു ക്രോക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം അത് കൂടാതെ നമുക്ക് എന്താ പറയുക, ഒരു ക്രോക്സ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പക്ഷേ നമുക്കിത് ഒരു 5-6 വർഷം നമുക്കിത് കേടുകൂടാതെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ചെരുപ്പിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ചെരുപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ക്രോക്സ് ആണ്. അപ്പം അതേപോലെ തന്നെ ഇപ്പം ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്കിലാണ് ഇത് ഇറക്കുന്നത്. പണ്ടൊക്കെ വെറും ക്ലോക്സ് മാത്രമേ ഉള്ളൂ, ഇന്നിപ്പം സാൻഡൽസൊക്കെ ഇറക്കുന്നുണ്ട് അവർ. ഇതിൻ്റെ സൈഡ് വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. അങ്ങനെ സൈഡിൽ ഇങ്ങനെ ക്രോക്സ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് നമുക്ക് ഞാൻ സെപ്പറേറ്റ് ഓർഡർ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ജിബിറ്റ്സ് ആണ് കേട്ടോ ഇത്. ഇത് നല്ല പാക്കിങ്ങിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഞാനിത് ഓൾറെഡി എടുത്തൊക്കെ നോക്കിയതാണ് കേട്ടോ. ഞാൻ ഈ ഒരു ചെരുപ്പം കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ചളിയും കാര്യങ്ങളൊക്കെ ആ ചെരുപ്പിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിൽ ഇതേപോലെ ഞാൻ ഓർഡർ ചെയ്തതിൽ ഇത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഫ്ലവേഴ്സിൻ്റെ ജിബിറ്റ്സ് കിട്ടും. നമുക്ക് അങ്ങനെ പലതും ഉണ്ട്. നമുക്ക് പിന്നെ ലെറ്റേഴ്സ് വരുന്ന ജിബിറ്റ്സ് ഉണ്ട്. അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അപ്പം ഞാനിത് കുറച്ച് എന്താ പറയുക, ആമസോണിൽ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ മെസ്സി ഉണ്ടായിരുന്നു, പിന്നെ ഇതേപോലെ ഒരു സ്പൈഡർമാൻ ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണുള്ളത്. 6 പീസാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമുക്കിതിൽ സ്പേസ് ഉണ്ട് ഇത് വെക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ഹോളിനകത്തേക്ക് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് കടത്തി വെച്ച് കൊടുത്താൽ മതി. വേറെ പണിയൊന്നുമില്ല. അതങ്ങനെ പെട്ടെന്ന് ഊരി പോരുമൊന്നും അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ. ജിബിറ്റ്സ് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. അത് ഓരോരുത്തർക്ക് ഇഷ്ടമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ജിബിറ്റ്സ് ഇതിനകത്തേക്ക് വാങ്ങിയിടാം. ജസ്റ്റ് അത് ഡെക്കറേറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതില്ലാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ക്രോക്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുറെ കാലം നമുക്കിത് യൂസ് ചെയ്യാം, പെട്ടെന്ന് അങ്ങനെ കേടാവില്ല. പിന്നെ ഇത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ടാണ് അത് കൂടുതൽ കാലം ഡ്യൂറബിൾ ആയിട്ട് നിൽക്കുന്നത്. പിന്നെ അതുമല്ല ഇതെന്ന് പറയുന്നത് ഭയങ്കര കംഫർട്ടാണ്. നമുക്ക് ഇട്ട് നടക്കാൻ വേണ്ടിയിട്ട് നല്ല കംഫർട്ട് ഉണ്ട്. ഞാൻ ഇതുവരെ യൂസ് ചെയ്ത സാൻഡൽസ് എന്ന് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ കംഫർട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ എന്ന് പറയുന്നത് ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഈ ക്രോക്സിൻ്റെ കളേഴ്സും ഒക്കെ. അതേപോലെ തന്നെ പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന ഒരു കളേഴ്സാണ്. പെട്ടെന്ന് ആൾക്കാരിലേക്ക് ഇങ്ങനെ ശ്രദ്ധ കൊടുക്കുന്ന ഒരു കളറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ തന്നെ ആയിരിക്കാം ക്രോക്സിനെ മറ്റ് ചെരുപ്പിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അതേപോലെ തന്നെ ക്രോക്സിനെ മറ്റ് ചെരുപ്പുകളെക്കാളും വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. ക്രോക്സിൻ്റെ ഇതല്ല കേട്ടോ, ഇതിൽ 5000-ൻ്റെ 6000-ൻ്റെ ഒക്കെ അടിപൊളി മോഡൽസ് സാൻഡൽസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഞാൻ നോട്ടം വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ചെരുപ്പ് കേടായിട്ടുണ്ടെങ്കിൽ അടുത്തത് അത് വാങ്ങിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം ആഗ്രഹമൊക്കെ നടക്കട്ടെ. അപ്പോൾ ആർക്കെങ്കിലും ഇതേപോലെ ക്രോക്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ പൈസ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ക്യാഷൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.